കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ ഈ ചാനലിൽ കൂടെ ശ്രവിക്കുകയും പലവിധമായി ഞങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ബ്രദർ സാം കുട്ടി, IPC സഭയിലുള്ള ബ്രദർ സാം കുട്ടി പാസ്റ്റർ ഈയിടെയായിട്ട് യൂട്യൂബിൽ വന്ന് നിഖ്യ പ്രമാണത്തെ പറ്റി അല്ലെങ്കിൽ നിഖ്യയുടെ വിശ്വാസ പ്രമാണത്തെ പറ്റി പറഞ്ഞ ചില വാക്കുകളെ സംബന്ധമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ലൈവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിഖ്യ വിശ്വാസ പ്രമാണം എന്താകുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ 2 വീഡിയോസിനകത്ത് പറയുന്നതായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ ഒരു വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്തുവാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതിനു മുമ്പേ ഞങ്ങൾ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ച ഒരു കാര്യം, നിഖ്യ ഈ ലോകത്തിൽ ഉള്ള എല്ലാ സഭകളിലും നമുക്ക് ഒരു ഡിവിഷൻ ചെയ്യണമെങ്കിൽ 2 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഒരു ഡിവിഷൻ ഉള്ളത് യെരുശലേമിൽ പെന്തക്കോസ്ത് ദിനത്തിൽ തുടങ്ങിയ സഭ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ പത്രോസ് എന്ന കർത്താവ് വിളിച്ച പാറ, അതായത് ആത്മീയ പാറയായ ക്രിസ്തു പത്രോസിൽ കൂടെ സംസാരിച്ച് തുടക്കമിട്ട പരിശുദ്ധാത്മാവിന്റെ നിറവിൽ 12 അപ്പോസ്തോലന്മാരും ഒരുമിച്ച് നിൽക്കെ മറ്റുള്ളവർ അതിഭയങ്കരമായ അതിശയങ്ങൾ കണ്ട് അന്ന് തുടങ്ങിയ സഭ, ആ സഭയിൽ ദൈവം മറ്റുള്ളവരെ ചേർത്തുകൊണ്ടേ ഇരുന്നു എന്ന് അപ്പോസ്തോല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിന്റെ 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഞങ്ങൾ അടിസ്ഥാനമായി വിശ്വസിക്കുന്നു യെരുശലേമിൽ തുടങ്ങിയ സഭ ആണ് ഏക മണവാട്ടിയായ കർത്താവിന്റെ സഭ. ആ സഭയിൽ ചേരുന്നവരാണ് രക്ഷിക്കപ്പെട്ടവർ. പിന്നെ ഉള്ള ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ തുടങ്ങാത്ത സഭ, അതായത് അതിന്റെ ഉറവിടം യെരുശലേം അല്ല. അതിനകത്ത് പിന്നെ തുടക്കമിട്ട പല സ്ഥലങ്ങൾ, അതായത് അന്ത്യോക്യയിലുണ്ടായ സഭ, പിന്നെ റോമായിലുണ്ടായ സഭ, അല്ലെങ്കിൽ നിഖ്യയിലുണ്ടായ സഭ, ഇങ്ങനെ പല സഭകളും ഈ ലോകത്ത് കാണും. പലയിടത്തും ഉറവിടമിട്ട, പല നേതാക്കന്മാരാൽ ഉറവിടമിട്ട, അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കും വേണ്ടി അവർ ചെയ്ത ചില മാറ്റങ്ങൾക്ക് ഉണ്ടായ സഭ, ആ സഭകളെല്ലാം ഒരു കാറ്റഗറിയിൽ നമുക്ക് വെക്കുവാൻ സാധിക്കും. അതിൽ ഒരു വലിയ ഒരു സമൂഹമാണ് നിഖ്യയിലുണ്ടായ സഭയും ആ നിഖ്യ വിശ്വാസ പ്രമാണത്തെ ചൊല്ലുന്ന സഭകൾ. അതിനകത്ത് അടിസ്ഥാനപരമായി ഏകദേശം ഒരു 80-85% എല്ലാത്തിലും എഗ്രി ചെയ്യുന്ന സഭകളാണ് ഭൂരിപക്ഷം ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുള്ളത്. അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം മാറ്റി അവർ ആഡ് ചെയ്തോ ഡിലീറ്റ് ചെയ്തോ ഒക്കെ വിശ്വസിക്കുന്ന പല സഭകളും മറ്റു വേറെ. പക്ഷേ നിഖ്യ വിശ്വാസ പ്രമാണത്താൽ, അതായത് തൃത്വം, അതായത് ദൈവം 3 വ്യക്തികളാകുന്നുവെന്നും ആ 3 വ്യക്തികൾ ചേരുന്ന ഒരു ദൈവമാണെന്നും ഒക്കെ ഉള്ള അപ്പോസ്തോലിക വിശ്വാസം അല്ലാത്തത്. പക്ഷേ നേരെ മറിച്ച് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് കാതോലികം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്നാണ് അതിന്റെ അർത്ഥം. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ ലോകത്തിൽ ആകമാനം ഒരു സഭ. നമ്മൾ സത്യ ആത്മീയ സഭയെ പറ്റി പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് യൂണിവേഴ്സൽ ആണ്. പക്ഷെ അതിനെ നമ്മൾ കാത്തലിക് എന്ന് വിളിക്കുന്നില്ല, അതൊരു റോമൻ വേർഡാണ് ബേസിക്കലി. അപ്പോൾ യൂണിവേഴ്സൽ ആണോ സഭ? ആണ്, യൂണിവേഴ്സൽ സഭയാണ്, ആത്മീയ സഭയാണ്. പക്ഷെ അതിന്റെ ഉറവിടം എവിടെയാണ്? യെരുശലേമിലാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും യെരുശലേമിൽ തുടങ്ങിയ സഭ
പെന്തക്കോസ്ത് ദിനത്തിൽ ഉള്ള സഭ. അപ്പോൾ ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഉള്ള ആ പെന്തക്കോസ്ത് ദിനം, അതിന്റെ പേരിലാണ് പല പെന്തക്കോസ്തുകാരും അവരെ പെന്തക്കോസ്ത് ആണെന്ന് വിളിക്കുന്നത്. പക്ഷെ അവരുടെ ഉറവിടം ഏതാണ് എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന ഈ സാഹചര്യമാണ് ബ്രദർ സാംകുട്ടി നമ്മളെ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കേൾക്കാം. ആദ്യം വീഡിയോയിൽ കേൾക്കാം, പിന്നെ നമുക്ക് പാനലിൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന പാസ്റ്റർ ജോസ് വർഗീസും ബ്രദർ സൈമണിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പിന്നെ തുടർന്ന് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് യെരുശലേമിൽ തുടങ്ങിയ സഭയും നിഖ്യായിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ അന്ത്യോക്യായിലോ പല സ്ഥലങ്ങളിൽ ഉറവിടം ആണ് എന്ന് പറയുന്ന സഭയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഈ വന്ന കാലത്തിൽ നിഖ്യായിലേക്ക് എല്ലാവരും തിരിച്ചു പോകും എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അതിൽ വീഡിയോ നമുക്കിപ്പം പ്ലേ ചെയ്യാവുന്നതാണ്. ലോകമെങ്ങുമുള്ള പെന്തക്കോസ്ത് ഇവാഞ്ചലിക്കൽ സഭകളിൽ 99% ഇപ്പോഴും നിഖ്യ വിശ്വാസ പ്രമാണത്തോട് അകലം പാലിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ നിഖ്യ വിശ്വാസ പ്രമാണത്തെ അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ അത് ഏറ്റുചൊല്ലാത്തത്? എന്ത് കാരണമാണ് അതിന്റെ പുറകിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? ഞാനൊരു പെന്തക്കോസ്ത് സഭയിൽ ജനിച്ചു വളർന്നപ്പെട്ട വ്യക്തിയാണ്. അതിനാൽ തന്നെ നിഖ്യ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നു. ബാല്യകാലത്ത് അത് ചൊല്ലിക്കേട്ടിട്ട് പോലുമില്ല. സൺഡേ സ്കൂൾ ക്ലാസ്സിലായിരിക്കാം നിഖ്യ സുന്നഹദോസെന്നോ നിഖ്യ വിശ്വാസ പ്രമാണമെന്നോ ഒക്കെ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് സഭാചരിത്ര വായനയുടെ ഭാഗമായി ലഭിച്ച അറിവുകൾ മാത്രമാണ് എനിക്കുള്ളത്. രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എൻ്റെ പെന്തക്കോസ്തുകാരനായ ഒരു സ്നേഹിതന്റെ മകളുടെ വിവാഹം ഒരു വർഷം മുമ്പ് നടന്നു. തിരുവല്ലയിൽ നടന്ന ആ വിവാഹം നടത്തിയത് റവറൻഡ് ഡോക്ടർ KJ മാത്യു, അസംബ്ലീസ് ഓഫ് ഗോഡിലെ നേതാക്കളിൽ ഒരാളാണ്. ആ വിവാഹത്തിന് ആങ്കർ ചെയ്തത് ഞാനായിരുന്നു. ആ ശുശ്രൂഷയ്ക്കിടയിൽ നിഖ്യ വിശ്വാസ പ്രമാണം അവിടെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് ചൊല്ലി. ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്ത് ചടങ്ങിൽ നിഖ്യ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലോകമെങ്ങുമുള്ള പാരമ്പര്യ ക്രൈസ്തവ സഭകൾ ആരാധനകൾക്കിടയിൽ പതിവായി ഉരുവിടുന്ന വിശ്വാസ പ്രമാണത്തിൽ സത്യത്തിൽ യേശുക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനവും സഭയിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുമൊക്കെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കന്യാജനനം, കഷ്ടാനുഭവം, ക്രൂശീകരണം, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, നിത്യരാജ്യത്വം, മടങ്ങിവരവ്, ന്യായവിധി എന്നിവയെല്ലാം ദൈവവചനപ്രകാരം കൃത്യമായി ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ തന്നെ ഒരു മിനിയേച്ചർ പതിപ്പാണ് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തിക്ക് അവകാശമില്ല. ഇതിലുള്ള എല്ലാ വാചകങ്ങളും തന്നെ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനവും ഏകവിശുദ്ധ സഭ എന്ന പരാമർശവും പോലും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനോട് അകലം പാലിക്കുന്നത്? നമ്മൾ ഇതിനെ ഒരു വിശ്വാസ പ്രമാണമായി കൊണ്ടു നടക്കാത്തത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം, ഈ വിശ്വാസ പ്രമാണത്തിന്റെ അവസാന ഭാഗത്ത് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നൊരു ഭാഗമുണ്ട്. ഈ ആശയം പെന്തക്കോസ്ത് ആശയങ്ങളോട് യോജിക്കുന്നതല്ല, സത്യമാണത്. എന്നാൽ സത്യത്തിൽ ആദ്യത്തെ സുന്നഹദോസ്, അതായത് AD 325 നടന്ന സുന്നഹദോസിൽ ഉണ്ടാക്കിയ വിശ്വാസ പ്രമാണത്തിൽ ഈ ഭാഗമില്ലായിരുന്നു. പിൽക്കാലത്തെ സുന്നഹദോസുകളിൽ എടുത്ത പല തീരുമാനങ്ങളും ഓരോ സഭകളും അവരുടെ താല്പര്യമനുസരിച്ച് കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പാപമോചനത്തിലുള്ള മാമോദീസ എന്ന ഭാഗം ഒഴിവാക്കിയാലും വിശ്വാസ പ്രമാണം പെന്തക്കോസ്തുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോകമെങ്ങുമുള്ള അപ്പോൾ നമ്മൾ അവിടെ വീഡിയോയിൽ കണ്ടു പാസ്റ്റർ ബ്രദർ സാംകുട്ടി അദ്ദേഹം പറയുന്നത്, ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു കൊസ്തന്തീനോസിന്റെ പല ചരിത്രത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്,
അദ്ദേഹം എന്തിന് ആ സുന്നഹദോസ് വിളിച്ചു കൂട്ടി എന്നുള്ള കാര്യവും അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാലും ഈ ബ്രദർ സാംകുട്ടി എന്തുകൊണ്ട് പെന്തക്കോസ്ത് എന്ന സഭ, അതായത് പെന്തക്കോസ് എന്ന ദിനത്തിൽ തുടങ്ങിയ സഭയെന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആ സഭ എന്തുകൊണ്ട് നിഖ്യായിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ചോദ്യമാണ് പാസ്റ്റർ ജോസ് വർഗീസിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ നല്ലൊരു ചോദ്യമാണ്, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ആമുഖമായിട്ട് കർത്താവിന്റെ ദാസൻ വിൽസൺ സൂചിപ്പിച്ചതുപോലെ രണ്ട് പാരലൽ ആയിട്ടുള്ള സഭകളാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന്, നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അപ്പസ്തോലന്മാരുടെ ഉപദേശത്താൽ പണിയപ്പെട്ട് യെരുസലേമിൽ ആരംഭിച്ച് മേഘത്തിൽ എടുത്തുകൊള്ളപ്പെടുന്ന വിശുദ്ധ സഭ. രണ്ടാമത്തെ സഭ നമ്മൾ കാണുന്നത് ആ ഉപദേശങ്ങളെ തള്ളിക്കളയുകയും തിരസ്കരിക്കുകയും ചെയ്ത് ജാതീയ മത ഉപദേശങ്ങൾ ചേർത്തുണ്ടാക്കി AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നിക്യായിൽ തുടങ്ങി സ്ഥാപിതമായ സഭ. ഈ സഭയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം വരുന്ന പിൽക്കാലത്തുണ്ടായ സഭകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് കത്തോലിക്ക സഭയായി ഫോം ചെയ്യപ്പെട്ടുവെങ്കിലും പിൽക്കാലത്ത് നമ്മൾ ലൂതറൻ സഭയും മെത്തഡിസ്റ്റ് സഭയും ബാപ്റ്റിസ്റ്റ് സഭയും അങ്ങനെ കാൽവിനിസവും അങ്ങനെ ഒരുപാട് സഭകൾ അവിടെ ഉള്ളവായി വന്നു. അതിനകത്ത് 7 സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ശബത്ത് കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ അനേക സഭകൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നില്ലെങ്കിലും ഈ വിശ്വാസത്തെ ഫോളോ ചെയ്ത് വരുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ചോദ്യത്തിന്റെ ആധികാരികത അല്ലെങ്കിൽ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ദൈവസഭ അപ്പസ്തോലിക ഉപദേശത്തിനാൽ സ്ഥാപിതമായതാണ്. അവിടെ ഞാൻ ഇതിന്റെ ഒരു സമ്മറി പരിശോധിച്ചപ്പോ അതിൽ കാണാൻ കഴിഞ്ഞ എങ്ങനെയാണ്, ഈ നിക്യ കൗൺസിലിൽ ഉള്ളവായ ഈ നൈസിയൻ ക്രീഡ് അല്ലെങ്കിൽ നിക്യ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് ട്രിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ തൃത്വവിശ്വാസമാണ് ഈ നൈസിയൻ ക്രീഡിന്റെ അടിസ്ഥാനപരമായ കാതലായ തത്വം. ഈ തത്വം അപ്പസ്തോലിക സഭയ്ക്ക് അല്ലെങ്കിൽ യെരുസലേമിൽ സ്ഥാപിതമായ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. യെരുസലേമിൽ സ്ഥാപിതമായ വിശുദ്ധ സഭയെയാണ് നമ്മൾ ബൈബിൾ കാണുന്നത്. അത് നിങ്ങൾ ഏത് വേർഷൻ ബൈബിൾ എടുത്താലും, മലയാളത്തിൽ നമ്മൾ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഹല്ലേലൂയയുടെയോ അല്ലെ സത്യം പബ്ലിക്കേഷൻസിന്റെയോ അല്ലെങ്കിൽ പിന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷ എടുത്താലും, ഇംഗ്ലീഷിലുള്ള 100 കണക്കിന് പരിഭാഷകൾ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളിലൂടെയാണ്. ഈ സഭ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് സാർവത്രികമാണ് എന്ന് വെച്ചാൽ കാതോലികമാണ്, അല്ലെ യൂണിവേഴ്സൽ ആണ്. ശ്ലൈഹികമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പസ്തോലികാണ്. പിന്നെ അത് ഏകമാണ്, കാരണം അത് ആ ഒരു സഭ മാത്രമേ ദൈവത്തിനുള്ളൂ. അപ്പം ഏകവും സാർവത്രികവും ശ്ലൈഹികവുമായ യഥാർത്ഥ സഭ, ആ സഭയ്ക്ക് ഒരു പുതിയ ഡോഗ്മ അല്ലെങ്കിൽ ഒരു പുതിയ ഉപദേശം സ്ഥാപിക്കേണ്ടി വന്നിരുന്നില്ല. കാലാന്തരത്തിൽ സഭ പീഡനത്തിലൂടെ കടന്നുപോയപ്പോൾ അപ്പസ്തോലിക കാലഘട്ടവും അപ്പസ്തോലന്മാരുടെ നേരിട്ടുള്ള ശിഷ്യന്മാരും അതിനുശേഷം അവരുടെ ശിഷ്യന്മാരും പിന്നീട് അവരുടെ ശിഷ്യന്മാരുമായി വരുന്ന വരവിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സഭ അനുഭവിച്ച പീഡനങ്ങളിൽ മുൻപ് 1-2 നൂറ്റാണ്ടുകളിൽ വിശ്വാസത്തിന്റെ സാക്ഷികളായി നിന്നതുപോലെ സാക്ഷികളായി നിൽക്കാൻ കഴിയാതെ പീഡനം ഹേതുവായി ചക്രവർത്തിയുടെ ഫോർമുലയ്ക്ക് ആലോചനയ്ക്ക് വിധേയമായ അന്നത്തെ സഭാപിതാക്കന്മാർ, അന്നത്തെ സഭയുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ വിശുദ്ധ സഭയുടെ പിതാക്കന്മാരല്ല, അന്നുണ്ടായിരുന്ന ആ സഭയുടെ ലീഡർഷിപ്പിലുള്ള ബിഷപ്പ്മാരും അല്ലെങ്കിൽ അന്നത്തെ പ്രാദേശിക സഭകളും നേരിട്ട് വന്നിരുന്ന കൊടിയ പീഡനങ്ങളുടെ നടുവിൽ പീഡനത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് പീഡനത്തെ നയിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ സ്വയം താനും ക്രിസ്തു സഭയുടെ അംഗമായി തീരുന്നു എന്നുള്ള ആഹ്വാനം അന്നത്തെ
വേദന എടുക്കുന്ന അല്ലെങ്കിൽ പ്രീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. അവര് അയാളുടെ ഈ ചതിയിൽ വീണു. കാരണം അയാൾ ദൈവികമായ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്നയാളല്ല. ചരിത്രം പറയുന്നത് അയാൾ സ്നാനപ്പെടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോസ്തോലികമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണത്തിന് വേണ്ടിയല്ല ഈ സംഭവങ്ങൾ നിഖ്യായിൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏകവും ശ്ലൈഹികവും സാർവത്രികവുമായ വിശുദ്ധ സഭയുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ച് ആമുഖമായി പറഞ്ഞതുപോലെ അത് യെരുസലേമിൽ സ്ഥാപിതമായതാണ്. അത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും അത് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിക്യായിൽ തുടങ്ങിയ വിശ്വാസ പ്രമാണമുള്ള സഭ നമുക്കറിയാം അത് അഗ്നിപൊയ്കിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന സഭയാണ്. ഈ രണ്ട് സഭയുടെയും ആരംഭവും ഇതിന്റെ രണ്ടിന്റെയും ഡെസ്റ്റിനിയും വ്യത്യസ്തമാണ്. എന്നാൽ ഈ സഭയെ സംബന്ധിച്ച് ബൈബിളിന്റെ ഉപദേശത്തിനെ മാറ്റിക്കൊണ്ട് അതത് കാലഘട്ടങ്ങളിൽ അതിന്റെ സഭ നേതൃത്വം കൊടുത്ത ആളുകൾ അവരുടെ ആശയപ്രകാരം മുന്നോട്ട് കൊണ്ടുവച്ച ഉപാധികളും അവരുടെ സഭയുടെ പ്രമാണങ്ങളും ഉപദേശങ്ങളും വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് പിന്നീട് ഇത്തരം ഉപദേശങ്ങൾക്ക് വശംബദ്ധരായി ഓരോരോ സഭകൾ സ്ഥാപിച്ചത് എന്ന് കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സത്യസഭയെ മാത്രമല്ലാതെ ഏകം എന്ന് പറയാൻ കഴിയുന്ന ഒരു സഭയുമില്ല. കാരണം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇത് ഏകമല്ല, ആയിരങ്ങളാണ് ഈ സഭകൾ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഉപദേശങ്ങളുടെ കാര്യത്തിലും കർമ്മങ്ങളുടെ കാര്യത്തിലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും പദവികളുടെ കാര്യത്തിലും എല്ലാം ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യ പ്രേക്ഷകരോട് ഞങ്ങൾ പറയുവാനുള്ളത്, നിങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സഭ അതൊരു പക്ഷേ ഒരു കത്തോലിക്ക സഭയായിരിക്കാം, ഒരു ഓർത്തഡോക്സോ യാക്കോബായ സഭയായിരിക്കാം, ഒരു CSI CNI അല്ലെങ്കിൽ CMI സഭയായിരിക്കാം, അല്ലെങ്കിൽ മർത്തോമയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പെന്റക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ഏതെങ്കിലും ഒരു സഭാ വിഭാഗമായിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരശില. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രമാണം ആണോ അല്ലയോ നിങ്ങൾ പിന്തുടർന്നു പോരുന്ന സഭയ്ക്കുള്ളത്? അതിൽ ആദ്യത്തെ സഭ ചെയ്യാൻ യെരുസലേമിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ കൽപ്പന ലഭിച്ചതിന് ശേഷം അവർ ചെയ്തു വന്ന സ്നാനവും അവരുടെ കൂട്ടായ്മയും അവരുടെ ഉപദേശവുമാണോ നമ്മൾ പിന്തുടരുന്ന സഭയ്ക്കുള്ളത്? അതോ നിങ്ങൾക്ക് മത നേതാക്കന്മാരുണ്ടോ? നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ക്രിസ്തുവിന് തുല്യനെന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാരുണ്ടോ? ഇതൊന്നും നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ പോകുന്ന സഭയിൽ ഇവയൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സഭയെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന പേര് മഹാവേശ്യ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വിഗ്രഹാരാധന തുടങ്ങി ലോകത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, ലോകത്തിന്റെ പ്രമാണങ്ങൾ അടുത്ത് നിൽക്കുന്ന, സമ്പത്തിനും പദവികൾക്കും വേണ്ടി ദൈവത്തിന് വരേണ്ടുന്ന മഹത്വം തങ്ങളുടെ സഭയ്ക്കും സഭാ നേതാക്കന്മാർക്കും കൊടുക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് ഒരിക്കലായിട്ട് സ്ഥാപിച്ച ആ രക്ഷയെ സംബന്ധിച്ച് ഉള്ള ഉപദേശത്തെ തെറ്റിദ്ധരിപ്പിക്കും വിധം ബലികളും കാഴ്ചകളും മറ്റ് പ്രമാണങ്ങളും സഭയുടെ ഉപദേശങ്ങളും കൊണ്ടുവരികയും ബൈബിളിന്റെ അടിസ്ഥാന പ്രമാണമായി അല്ലെങ്കിൽ വിശ്വാസ സത്യമായി പഠിപ്പിക്കപ്പെടുന്ന 10 കൽപ്പനകളിൽ തന്നെ വെള്ളം ചേർക്കുകയും ചിലത് ഡിലീറ്റ് ചെയ്യുകയും ചിലത് ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആരംഭിക്കപ്പെട്ട സഭകൾ നമ്മുടെ മുമ്പിൽ പ്രബലമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഈ ദേവദാസനോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആരോടും അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അദ്ദേഹത്തിന്റെ സഭ നിലകൊള്ളുന്ന വസ്തുതകൾ മാത്രമല്ല, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഒരു പത്രമുണ്ട്, ചാനലുണ്ട്, ചരിത്ര വസ്തുതകളാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചരിത്ര വസ്തുതകളെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, കാരണം അത് ചരിത്രപരമായ വസ്തുതയാണ്. എന്നാൽ ദൈവസഭ
ചരിത്രപരമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതല്ല, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നതെന്നും അതിന്റെ ഉപദേശം അപ്പോസ്തലനായ പത്രോസ് മുഖാന്തരം യെരുസലേമിൽ പെന്തക്കോസ്താ ദിനം പ്രസംഗിക്കപ്പെട്ട പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി സ്നാനമേറ്റ 3000 യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ 3000 വിശുദ്ധന്മാരിൽ അടിസ്ഥാനമിട്ട് തുടങ്ങി. അത് പോകെ ഇന്ന് ലോകമാസകലം എണ്ണത്തിൽ കുറവെങ്കിലും വിശ്വാസ സത്യങ്ങളിൽ വെള്ളം ചേർക്കാത്ത, അതിനോട് കൂട്ടാത്ത, കുറയ്ക്കാത്ത കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മൺമറഞ്ഞുപോയ വിശുദ്ധന്മാർ നിദ്ര കൊണ്ടവരുടെ ഉയർപ്പിനും തങ്ങളുടെ രൂപാന്തരത്തിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ സഭയുണ്ട്. ആ വിശുദ്ധ സഭ നിങ്ങൾ ഈ നിക്യാ പ്രമാണം ചൊല്ലിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരു സഭയുമായിട്ടും യാതൊരുവിധ ബന്ധമില്ല. അതൊരിക്കലും നിങ്ങൾക്ക് എന്നും അത് പാരലായിട്ട് പോകാൻ അതായത് ഉള്ള സഭയായിരിക്കും. അത് ഒരിക്കലും ചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു ഒരു സഭ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ മണവാട്ടിയായ സഭ, അത് യെരുശലേമിൽ ആണ് അവളുടെ ഉത്ഭവം. മറ്റൊരു സഭയെ പറ്റി പറയുന്നത് വെളിപ്പാട് പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായം. അതിൽ പറയുന്നു 7 മലകളിൽ ഉള്ള ഒരു നഗരത്തിൽ നിന്നും ഉറവിടമിട്ട ഒരു സഭയെ പറ്റി പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ബ്രദർ സൈമണിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ കാണുന്നു 75 വർഷം ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പിന്നിട്ടു. ഇന്നത്തെ ചർച്ചകൾ എന്തുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ്, നല്ല ഉത്തമമായ ലീഡേഴ്സ് ഈ ഇന്ത്യയിൽ ഏകദേശം 4000-ത്തിലധികം ഡയലക്ട്സ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്സ് കൂട്ടുമ്പോൾ 14,500 കൂടുതൽ ഡയലക്ട്സ് ഉള്ള പലവിധമായ മത ട്രഡീഷൻസ് ഉള്ള ഒരു സമൂഹത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഒന്നിപ്പിക്കാൻ നോക്കി 75 വർഷം മുമ്പേ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്ന ഡിസ്കഷൻസ് എന്തൊക്കെയാണ്? ഇന്ന് നോക്കുന്ന ഡിസ്കഷൻ നെഹ്റു ആണോ വലിയ ലീഡർ, അതോ പട്ടേൽ ആണോ വലിയ ലീഡർ? ഇന്നത്തെ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി വേറെയാണ്. അതുപോലെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഏകദേശം 300 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 270-280 വർഷത്തിന് ശേഷം അപ്പോസ്തോലന്മാർ പറഞ്ഞ ഏകദൈവ വിശ്വാസമല്ല അവിടെ ഡിസ്കഷൻ. അവിടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും ദൈവമാണോ അതോ യേശുക്രിസ്തു ദൈവമല്ലയോ? അപ്പോൾ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവും ദൈവമാണ്, അതായത് തൃത്വക്കാര് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. യേശുക്രിസ്തു ദൈവമല്ല, ആരിയൂസിന്റെ പക്ഷം പറഞ്ഞു. അവിടെ 2 പക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആരിയൂസിന്റെ പക്ഷമായിട്ട് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ യഹോവാസ് വിറ്റ്നസ്സുമായിട്ട് നമുക്ക് ഇന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. യേശു ക്രിസ്തു ദൈവമല്ല, പുത്രൻ മാത്രമാണ്. പുത്രൻ എന്ന് വെച്ചാൽ അവര് പറയുന്നത് സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ ഡിസ്കഷൻ നടന്നിരിക്കുന്നത്. നമ്മുടെ ഏകസത്യ ദൈവം ആയ യേശു ക്രിസ്തു, അത് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പോൾ അവൻ തന്നെ സത്യദൈവവും നിത്യരക്ഷയുമാകുന്നു എന്നൊക്കെ ഉള്ള വചനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഒരു ചർച്ച അവിടെ നടക്കുന്നു. ആ ചർച്ചയിൽ ഒരു വിന്നർ വരുന്നു, പിന്നെ അതാണ് പുതിയ സത്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പെന്തക്കോസ്ത് എന്ന് ബ്രാൻഡ് ചെയ്ത ആൾക്കാര് ആ നിക്കിയയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നത്? എന്തുകൊണ്ടെന്നാൽ അവരുടെ വിശ്വാസ പ്രമാണം എല്ലാം അത് തന്നെ ആയിരുന്നു എന്നല്ലേ അതിനെ കാണിക്കുന്നത്. അവരുടെ ദൈവം ആ ദൈവം തന്നെ റോമാക്കാര് ഇട്ട അടിസ്ഥാനത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ അപ്പോസ്തോലന്മാരിട്ട അടിസ്ഥാനത്തിൽ നിന്നാണോ ഈ ത്രിയേക ദൈവം അല്ലെങ്കിൽ ഈ ഗ്രീക്കോ റോമൻ ദൈവം അവിടെ വരുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ലൊരു ചോദ്യമാണ്. നമ്മള് ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് നമുക്കത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ നോക്കും.
എന്ന് പറഞ്ഞാൽ ഈ 75 വർഷ കാലഘട്ടത്തിനകത്ത് തന്നെ 75 വർഷത്തെ ഹിസ്റ്ററി തന്നെ ഇപ്പൊ നമുക്ക് പല കാണാം. പട്ടേലാ ചെയ്തത്, പട്ടേലിനെ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആക്കേണ്ടത്, നെഹ്റു അല്ലായിരുന്നു പ്രൈം മിനിസ്റ്റർ ആവേണ്ടതെന്ന്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചർച്ചകൾ അറിയാം. പക്ഷെ 75 വർഷം പഴക്കമുള്ള സാധനം തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഒക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അറിവില്ലായ്മ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ, അതിനെ നമുക്ക് എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് ഒരു പ്രൈം മിനിസ്റ്റർ എല്ലാം നടത്തുന്നുണ്ട്. അതിനകത്ത് ആരാ ഒരു ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ ആരാ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ചെയ്യുന്നതല്ല, എല്ലാം ഇപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ തന്നെ പ്രൈം മിനിസ്റ്റർ എല്ലാം ചെയ്ത പോലെ കാണിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിനകത്ത് നെഹ്റുയുടെ ലീഡർഷിപ്പിനകത്ത് ചെയ്ത ഒരു ആക്ടിവിറ്റി, ഹോം മിനിസ്റ്റർ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ അത് ഹോം മിനിസ്റ്ററിനെ മാത്രമായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ അപ്പോസ്തലന്മാരുടെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോസ്തലന്മാര് വചനങ്ങളിനകത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുക്കുകയും ഇനി എന്തോ ചെയ്യണം, പാപമോചനത്തിന് എന്തോ ചെയ്യണം എന്നുള്ള കാര്യം അവർ പറഞ്ഞ് വെച്ചേക്കുന്ന ആ സ്ഥിതി തന്നെ നമ്മൾ കാണുന്ന 325 റോമില് ഒരു വലിയ വിഷയമായി തീരുക. നിത്യ വിശ്വാസം ഇല്ലെങ്കിൽ ബൈബിളിലെ വിശ്വാസം അടിസ്ഥാനം ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുക. ആ നിത്യവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല, നമുക്ക് ത്രിയേക ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ക്രിസ്ത്യാനികളാവത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുന്നതിന്റെ കാരണം എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ ആ സമയത്തെ അവസ്ഥയും റോമിലെ അവസ്ഥയും റോമിന്റെ നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് കാണാം, ബ്രിട്ടീഷർമാരെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ലോകം മൊത്തം ഭരിച്ച ഒരു ഭരണഘടന ആയ പോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ റോമാണ് ലോകം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വിശ്വാസമുണ്ട്, അവരുടെ ഒരു അടിസ്ഥാന വിശ്വാസമുണ്ട്. അവർക്കൊരു രാജാവുണ്ട്, ഒരു റാണിയുണ്ട്, ഒരു മകനുണ്ട്. അവർക്ക് സൂര്യനാണ് അവരുടെ ദൈവം. അവർ സൂര്യദൈവം ഈ രാജാവിനെയും റാണിനെയും പിന്നെ എന്താ നിമ്രോദും സെമിറാമിസും പിന്നെ തമൂസും, ഈ മൂന്നാണ് അവരുടെ ദൈവങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. സൂര്യനാണ് അവരുടെ ദൈവം. അപ്പൊ ചിഹ്നം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചിഹ്നം. ഇവിടെ അടുത്ത സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു പുതിയ വിശ്വാസം അവിടെ റോമിൽ കയറി വരുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു ചിഹ്നം വേണം. അപ്പൊ ഈ ചിഹ്നത്തിനെ എങ്ങനെ ഉണ്ടാക്കും എന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്ന ക്രോസിനകത്ത് 2 കമ്പേ ഉള്ളൂ. പക്ഷെ നമ്മൾ റോമൻ കാത്തലിക് ചർച്ചിൽ കാണുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ ഒരു സൂര്യനും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ഒരു മർജർ നടക്കുവാണ്. ഇങ്ങനെ തന്നെ ബാക്കി കാര്യങ്ങൾ ഒരു രാജാവുണ്ട്, ഒരു റാണിയുണ്ട്, അപ്പൊ രാജാവിന്റെ സ്ഥലത്താണ് നമ്മൾ പിതാവായ ദൈവത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റാണിനെയാണ് മദർ മേരി ആയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, അത് പുത്രനായിട്ട് പറയുന്ന യേശു ക്രിസ്തുവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവര് ആദ്യത്തെ തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഒരു 530 അല്ലെങ്കിൽ 600 AD ഒക്കെ ആകുമ്പോഴത്തേക്ക് മുഹമ്മദ് ഒരു പുതിയ ബിലീഫ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്ന തൃത്വം വരെ എഴുതിയേക്കുന്നതും ഫാദർ മദർ സണ്ണ, അവരുടെ തൃത്വം, ഖുറാനിലുള്ള തൃത്വം തന്നെ നമുക്ക് അത് വെച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഹിസ്റ്ററി നൈസിൻ ക്രീഡിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ആ ഒരു വ്യത്യാസം. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവര് ഹോളി സ്പിരിറ്റിനെ തന്നെ 3ാമത്തെ ദൈവമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മദർ മേരിനെ അവർ റിമൂവ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും കത്തോലിക്ക സഭയിൽ മദർ മേരി റിമൂവ് ആയിട്ടില്ല. അവരിപ്പോഴും മദർ മേരിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം ഇതെന്ന് പറഞ്ഞാൽ എന്തിന് ഈ നൈസിൻ ക്രീഡിന്റെ ആവശ്യം വന്നു എന്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്രിസ്ത്യാനികൾക്കും തന്നെ വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ജെറൂസലേമിൽ നിന്ന് വന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളും അവിടെ പുതിയതായി വന്നേക്കുന്ന വിശ്വാസവും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പഴയ വിശ്വാസത്തിൽ നിന്ന് കുറെ ആൾക്കാരെ പുതിയ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആ മോഡിഫൈഡ് ക്രിസ്ത്യാനിറ്റിയാണ് നമ്മൾ കാണുന്നത് നൈസിൻ ക്രീഡ് ത്രൂ അവിടെ കത്തോലിക്ക സഭ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജെറൂസലേം സഭയിൽ തുടങ്ങിയ പോലെ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ, അവിടുത്തെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ചർച്ച നടക്കേണ്ടത് ജെറൂസലേമിലാണ്. അടിസ്ഥാനം തുടങ്ങിയ സഭ എവിടെ നമ്മൾ തുടങ്ങി അവിടെ പോയി ചർച്ച ചെയ്യാതെ റോമിൽ റോം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമാണ്? റോം എന്ന് പറഞ്ഞാൽ നമ്മളെ പൗലോസിനെയും പത്രോസിനെയും എല്ലാം കൊന്ന സ്ഥലങ്ങളാണ് നമ്മൾ.
എന്നിട്ട് അവരെ എടുത്ത് ആദ്യത്തെ പോപ്പാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും വിശ്വസിക്കാൻ ഒക്കുവാണെങ്കിൽ വിശ്വസിക്കാൻ ഒക്കുമായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ 75 വർഷത്തെ ഹിസ്റ്ററി പോലും ആൾക്കാർക്ക് അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷനകത്ത് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ വിശ്വാസത്തിലായിരുന്നു, ഇത് തന്നെ അങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് AI കാലഘട്ടത്തിലും ഇങ്ങനത്തെ ടെക്നോളജി കാലഘട്ടത്തിനകത്തും ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പോയി ഒന്ന് തിരയാം. എങ്ങനെ ഇതിന്റെ ഹിസ്റ്ററി, എങ്ങനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ മിക്ക ആൾക്കാർക്കും ഇതൊന്നും വേണ്ട. അവരെന്തോ വിശ്വസിക്കുന്നത്, വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അവര് എന്തോ അവരുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രം വിശ്വസിക്കാനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിത്യ വിശ്വാസത്തിനകത്ത് അവർക്ക് ബന്ദിക്കോസ് സഭകൾക്ക് ഏറ്റവും വലിയ വ്യത്യാസമുള്ളതെന്ന് ഒരു സ്നാനത്തിനെ പറ്റിയുള്ള ഒരു പ്രശ്നമാണ് അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്നാനം. അവര് ശിശു സ്നാനം കൊടുക്കുന്നു. കത്തോലിക്ക സഭ ഒറ്റ സ്നാനം എന്ന് പറഞ്ഞാൽ അവർക്ക് ശിശു സ്നാനം ആയതുകൊണ്ട് ആ ശിശു സ്നാനം പാപമോചനത്തിന് വേണ്ടി അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ബെന്തിക്കോസ് സഭകൾ ഈ നിത്യ വിശ്വാസത്തിനെ എടുക്കാതിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ അതിനകത്തുനിന്ന് എടുക്കും. ഇതിനകത്ത് നിത്യ വിശ്വാസത്തിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വി ബിലീവ് ഇൻ വൺ ഗോഡ്, ദ ഫാദർ, ദ ഓൾമൈറ്റി. അത് തന്നെയാണോ എല്ലാവരും വിശ്വസിക്കുന്നത്? നമുക്ക് ബൈബിളിനകത്ത് ഈ കാര്യം അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ഓൾ. നമ്മൾ ഈ വിശ്വാസം ബൈബിളിൽ നിന്ന് വന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ഓൾ, മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. നമ്മളും വിശ്വസിക്കുന്ന ഈ വിശ്വാസം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പിതാവാണ്, ആ പിതാവ് തന്നെയാണ് സർവ്വ സൃഷ്ടാവ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് വി ബിലീവ് ഇൻ വൺ ലോഡ്. അതാരാ? ജീസസ് ക്രൈസ്റ്റ്. അപ്പം പിന്നെ ഫാദർ ലോഡ് അല്ലേ? അവിടെ ഈ നിത്യവിശ്വാസത്തിനകത്ത് അടുത്ത ചോദ്യം വരുന്നത് ഫാദർ ലോഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആണെന്ന് അവർ പറയും. കത്തോലിക്കക്കാർ പറയും ആണെന്ന്. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുമ്പോൾ ദ ലോഡ്, ദ ഗീവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് 3 ലോഡ് ആയില്ലേ? ഇവർക്ക് 3 ലോഡായി. അപ്പൊ ആ 3 ലോഡ് നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നേക്കുന്ന കൽപ്പന, ഹിയർ ഓ ഇസ്രായേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോഡ് എന്നുള്ള ആ കൽപ്പന തന്നെ ഈ നിത്യവിശ്വാസം അങ്ങ് റോങ് ആക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിളിനകത്ത് തന്നെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ഒരു മാലാഖ വന്നിട്ട് എന്ത് പറഞ്ഞാലും ശരി നമ്മൾ വിശ്വസിക്കില്ല, അവൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനീ 325 AD ഒരു കുസ്തന്തീനോസ് എന്ന് പറഞ്ഞ ഒരു രാജാവ്, ആ രാജാവിന് സ്വന്തമായിട്ട് നിലനിൽപ്പിന് വേണ്ടി, അവന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, അവന്റെ വലിയ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ഉണ്ടാക്കിയ ഒരു വിശ്വാസമാണിത്. ആ വിശ്വാസം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ബൈബിൾ ഉള്ളപ്പം ബൈബിളിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം വിശ്വസിക്കേണ്ട സ്ഥലത്ത് ത്രിയേക ദൈവത്തിൽ ബൈബിളിനകത്ത് ഒരു പ്രാവശ്യം പോലും മെൻഷൻ ചെയ്യാത്ത ഈ ത്രിയേക ദൈവത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം രാജാവിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഓരോരോ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കാണിക്കുന്ന പോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാണുന്ന പോലെയുള്ള അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതേ ആൾക്കാരെ അതേ തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് രക്ഷയല്ല അവരുടെ ഉദ്ദേശം, അവരുടെ വെൽബീങ് അല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം അവരുടെ സ്വയം നിലനിൽപ്പാണ്. ഇന്ന് സഭയ്ക്ക് ഇങ്ങനെ തന്നെയാണ്. അവർക്ക് വിശ്വാസം അല്ലെങ്കിൽ ബൈബിളിന്റെ ഒരു കാര്യം അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ വിശ്വാസികളെ ഈ സഭയ്ക്കകത്ത് എന്റർടൈൻമെന്റ് ആകട്ടെ, എങ്ങനെ ആകട്ടെ, എങ്ങനെയുള്ള നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ മുഖാന്തരമാണ് വരുമാനം ഉണ്ടാകുന്നത്. അത്രേ ഉള്ളു. ഇതുണ്ടാക്കിയതിന്റെ ഉദ്ദേശം അതേ ഉള്ളു. ഓക്കെ, താങ്ക് യു ബ്രദർ സൈമൺ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു ഏകദൈവ വിശ്വാസം അവിടെ സംസാരിക്കപ്പെട്ടില്ല. എന്നാലും എടുക്കപ്പെട്ട വിഷയം, അത് വഴിതെറ്റിക്കുന്ന വിഷയം എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു വിന്നറിനെ കാണിച്ചിട്ട് അതാണ് പുതിയ സത്യം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നിക്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റർ ജോസിനോടാണ്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ നിക്യയിൽ തുടങ്ങിയ ഈ ഒരു വിശ്വാസ പ്രമാണം എന്തുകൊണ്ട് പൈശാചികം എന്ന് നമുക്ക് ആ നിക്യ പ്രമാണം വായിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും? ഇത് ഏകദൈവ വിശ്വാസമല്ല, മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി തന്നെ അത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് എങ്ങനെയാണ് ആ വിശ്വാസ പ്രമാണം വായിച്ചാൽ മനസ്സിലാകുന്നത്? വളരെ നല്ല ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഈ നൈസിയൻ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം
ഏറിയും കുറഞ്ഞും ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് സുറിയാനി സഭകൾ മുതൽ ഇന്ന് മറ്റ് ഇതര എപ്പിസ്കോപ്പൽ സഭകൾ വരെ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. ഏത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയണമെങ്കിൽ ഒറിജിനലിനെ നമുക്ക് തിരിച്ചറിയാതെ ഡ്യൂപ്ലിക്കേറ്റിന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അടുത്തൊരു ഫേക്ക് കറൻസി ഉണ്ടെങ്കിൽ അത് ഫേക്ക് കറൻസി ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കറൻസി എങ്ങനെ ഇരിക്കും നമുക്കറിയണം. നിർഭാഗ്യവശാൽ ഇന്ന് ചർച്ച് അല്ലെങ്കിൽ സഭയുടെ വിഷയങ്ങളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയുടെ കുടുംബത്തിൽ, വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് ആ അപ്പനും അമ്മയ്ക്കും ജനിച്ച് ആ അപ്പന്റെ അമ്മയുടെയും മക്കളായിട്ട് വളർന്ന് അവർ പോകുന്ന സഭയിൽ പോയി അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അവര് പിന്നീടൊരു തലമുറ വരുമ്പോൾ അങ്ങനെ പോരുന്നത് കൊണ്ടാണ് അവർക്ക് തങ്ങൾ വിശ്വസിക്കുന്ന മതവിശ്വാസ പ്രമാണമാണ് ശരി, തങ്ങൾ ഏറ്റിയൊല്ലുന്ന വിശ്വാസ പ്രമാണമാണ് സത്യമെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് നമ്മളൊരു വിശ്വാസ പ്രമാണം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ് ബൈബിൾ എന്നറിയാതെ ഒരു സഭ ദൈവികമാണോ അല്ലെങ്കിൽ പൈശാചികമാണോ എന്ന് അറിയാൻ ഒറ്റ മാർഗമുള്ളൂ. നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ കൈവശമുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ മാത്രം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും യഥാർത്ഥ സഭ ഏതാണ്, എന്താണ് അതിന്റെ ഉപദേശം, അത് എവിടെയാണ് സ്ഥാപിതമായത്, അത് ആര് മുഖാന്തരമാണ് സ്ഥാപിതമായത്, അതിന്റെ ഉപദേശം എന്തൊക്കെയാണ്, അതിന്റെ കൂട്ടായ്മ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് തങ്ങൾ പോകുന്ന സഭ ഏതെന്ന് അറിയാൻ വേണ്ടി അവർക്ക് കൈവശമുള്ള ഒരു ഏറ്റവും വലിയ തിരിച്ചറിയാനുള്ള ഒരു എന്താ പറയുക ഒരു ഉപകരണം എന്ന് നമുക്ക് പറയാം. നമുക്കൊരു സ്വർണം പരിശോധിക്കാൻ നമുക്കറിയാം അവരുടെ സ്വർണം തിരിച്ചറിയുന്ന ഡിറ്റക്ഷൻ, അതിനകത്ത് എത്ര പോയിന്റ്, എത്ര ശതമാനം കോപ്പർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം വെള്ളി ഉണ്ടെന്ന് അറിയുന്ന, അല്ലെങ്കിൽ എത്ര ശതമാനം അതിനകത്ത് മറ്റു മാലിന്യങ്ങൾ ഘടകങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി നമ്മുടെ കൈവശമുള്ള മെറ്റാലിക് ഉപകരണങ്ങളും പല കാര്യങ്ങളും ഡിവൈസ് കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങളുണ്ട്. എന്തിനാണ് ഈ ഉപകരണങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസ പ്രമാണം ശരിയോ തെറ്റോ എന്നറിയാൻ വേണ്ടിയിട്ട് ദൈവം ഇന്ന് ലോകത്തിലെ മുഴുവൻ ഭാഷകളിലും ബൈബിൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈവൻ പല പ്രദേശങ്ങളിലെ ഒരു ഡയലക്ട് ഇല്ലാത്ത ഒരു ലെറ്റർ ഇനിയും ഫോം ചെയ്യാത്ത ഇടങ്ങളിൽ പോലും ലെറ്റർ ഉണ്ട്, ലിപി ഉണ്ടാക്കി, ആ ലിപിക്ക് ശബ്ദമുണ്ടാക്കി, ആ ശബ്ദത്തിന് അർത്ഥമുണ്ടാക്കി അതിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരുടെ കൈവശമുണ്ട്. ഇതൊക്കെ ചെയ്ത് ട്രിനിറ്റേറിയൻസ് ആണെങ്കിലും നമുക്ക് അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്. അവര് അത് കൃത്യമായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അവര് ട്രിനിറ്റേറിയൻ വിശ്വാസം അല്ലെങ്കിൽ ട്രിനിറ്റേറിയൻ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കൈവശം ഇരിക്കുന്ന ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുകയോ ഏൽക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ളതാണ് അവരുടെ കൈവശം ഇരിക്കുന്ന പുസ്തകത്തിലുമുള്ളത്. അപ്പൊ പുസ്തകം ആണ് അവരുടെ ഒരു ഡോക്യുമെന്റൽ എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. സാർവത്രികമായ ദൈവസഭ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതും ചരിത്രപരമായി നിലവിലുള്ളതും ആത്മീയമായി ഒരു തെറ്റും കുറ്റവും കുറവുമില്ല എന്ന ഇണവാക്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ സത്യവചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈ വചനത്തിലേക്ക് നോക്കാതെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ പുകഴുകയും തങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അവരോട് 2-3 ബിഷപ്പ് ഉണ്ടായിരുന്നു, കന്യാസ്ത്രീമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞങ്ങൾ 4 തലമുറയായി പെന്റക്കോസ്താണ്. നമുക്കറിയാം ഈ സാംകുട്ടി ചാക്കോ തന്നെ കുറിച്ച് പറയുന്നത് പെന്റക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പെന്തക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ ആധികാരികമായ ഒരു രേഖയല്ല. അത് അയാൾ കുഞ്ഞുനാളിലെ പോയി കേട്ടതും കണ്ടതും പഠിച്ചതും അയാളെ പഠിപ്പിക്കാൻ വിട്ട ബൈബിൾ കോളേജും എന്തു പഠിച്ചോ എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ ഒരു വ്യക്തിപരമായി ദൈവത്തെ അറിയുന്നത് വ്യക്തിപരമായ വീണ്ടുജനനത്തിലൂടെയാണ്, വ്യക്തിപരമായ ദൈവ അനുഭവത്തിലൂടെയും വ്യക്തിപരമായ ദൈവത്തെ കണ്ടെത്തുന്ന വഴിയുമാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരമുള്ള ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക്, ഒരു പുതിയ ജനനത്തിലേക്ക് നടക്കാൻ കഴിയും. അവിടെയാണ് ഇത് സംസാരിക്കുന്നത് നമുക്കുള്ളൊരു പ്രസക്തി. ഇത്തരം ഒരു ട്രിനിറ്റേറിയൻ വിശ്വാസ പ്രമാണത്തിന്റെ
ഉള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് ദൈവത്താൽ വെച്ചു. ആ തെരഞ്ഞെടുപ്പിന് പ്രകാരം നമ്മൾക്ക് ദൈവം ഒരു തെരഞ്ഞെടുക്കാൻ ഒരു അവസരം നൽകിയതുകൊണ്ട് നമ്മൾ ബൈബിൾ പരമായ യഥാർത്ഥ സത്യസഭ ഏതെന്ന് കണ്ടെത്തുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു. നമ്മൾ അതിലേക്ക് ആ വിശുദ്ധ സഭയിലേക്ക് അതിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള ഏകദൈവ വിശ്വാസത്തിലും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏക സ്നാനത്തിലും നമ്മൾ കൈക്കൊണ്ട് നമ്മൾ അതിലേക്ക് വന്നവരാണ്. എന്നാൽ ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ളവർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ആധാരം ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. പാരമ്പര്യം ദൈവവിശ്വാസത്തിന്റെ ഒരു അളവുകോലല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ പാരമ്പര്യം പെന്തക്കോസ്റ്റൽ കുടുംബത്തിൽ 1 തലമുറയോ 2 തലമുറയോ 3 തലമുറയോ 5 തലമുറയോ ആയാലും ഇതൊന്നും ക്രിസ്തു വിശ്വാസത്തിന്റെ ആധാരശിലയല്ല. അത് വ്യക്തിപരമായ ദൈവ അനുഭവത്തിന്റെ, വ്യക്തിപരമായ പാപമോചനത്തിന്റെ, വ്യക്തിപരമായ ദൈവ അനുഭവത്തിന്റെ, അല്ലെങ്കിൽ ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുന്ന വഴി മാത്രമേ കഴിയുകയുള്ളൂ. ഈ വിധത്തിൽ ബൈബിൾ പഠിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ തങ്ങൾ പോകുന്ന സഭയും അവർ നിൽക്കുന്ന എന്ന് അവർ അവകാശപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോരാടിക്കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്ന ട്രിനിറ്റി പോലുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നിടത്ത് ചെന്നുപെട്ട് അവരുടെ ആ ഉപദേശം കേട്ട് വളരുന്നവർക്ക് ചിന്താശേഷിയില്ല. തങ്ങൾക്ക് എന്താണോ കേൾക്കുന്നത് അതനുസരിക്കുകയല്ലാതെ ബൈബിൾ പരിശോധിക്കുന്നില്ല. എവിടെയാണ് നമ്മള് ബെരോവായിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുന്നത്? അവർ തെസ്സലോനിക്കക്കാരെക്കാൾ ഉത്തമമാരായിരുന്നു. കാരണം അവര് ഇത്രയും വലിയ അപ്പോസ്തലന്മാര് പറഞ്ഞിട്ട് അതുപോലും അവര് ഇങ്ങനെയാണോ എന്ന് അവരുടെ പുസ്തകത്തിൽ പരിശോധിച്ചിരുന്നു. ഇന്ന് അപ്പോസ്തലന്മാരുടെ ഒരു 7 നിൽക്കാൻ കഴിയാത്ത പെന്തക്കോസ്തൽ ഉപദേശിമാർ അവർ പഠിച്ച പാഠശാലകളിൽ നിന്ന് അവർ കേട്ടുവിടുന്ന കാര്യങ്ങളെ ചുമ്മാ വിളമ്പി കൊടുക്കുമ്പോൾ അത് കേട്ട് ആമേൻ പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ബെരോവക്കാരുടെ വിശ്വാസമെങ്കിലും പിന്തുടരണം. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പുസ്തകത്തിൽ ഇതൊക്കെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതിലൂടെ മാത്രമേ നമ്മുടെ സഭ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ദൈവികമാണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, ഈ അന്തിക്രിസ്തുവിന്റെ കാലം വരുമ്പോൾ എല്ലാ ലോകത്തിലെ വിശ്വാസ സമൂഹങ്ങളും ഒരുമിക്കും എന്ന് ഉള്ള കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ഇപ്പൊ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നു വൺ വേൾഡ് ഗവൺമെന്റ്, വൺ വേൾഡ് റിലിജൻ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും അറിയാം, റെവലേഷൻ 17 പറയുന്ന സഭ അത് റോമിൽ ഉത്ഭവിക്കുന്ന സഭയാണ്. ആ സഭ ഇരിക്കുന്ന നഗരം റോമാണ്. അവൾക്ക് ആ ഒരു അമ്മയായ സഭയ്ക്ക് പല പുത്രിമാരുണ്ട്, അല്ലെങ്കിൽ ഡോട്ടേഴ്സ് ഉണ്ട്. അവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന DNA ആണ് ഈ ട്രിനിറ്റി അല്ലെങ്കിൽ നൈസീൻ ക്രീഡ്. ആമേൻ. അപ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഇതിൽ കാണുന്നത്? നമ്മൾ കാണുന്നു പോപ്പ് പലരെ ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ആകണം, നമ്മൾ ഒരേ ചർച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയ കാലഘട്ടത്തിലാണ് ഈ ബ്രദർ സാംകുട്ടിയും ഒരു ആഹ്വാനം ചെയ്യുന്നത്, നമ്മൾ എല്ലാവരും ആ ഒരേ വിശ്വാസ പ്രമാണത്തെ ഏറ്റുപറയണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ബ്രദർ സൈമൺ കാണുന്നത് ഈ സമയത്തെ ഒരു സ്ഥിതി അനുസരിച്ച്? നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യയെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സഭകൾക്കും, ഈ ചെറിയ ചെറിയ സഭകൾക്കെല്ലാം ഫൈനാൻഷ്യൽ അവരുടെ ഡീലിങ്ങിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർക്ക് കത്തോലിക്ക സഭയായിട്ടുള്ള സ്ട്രക്ചറിൽ വരുന്നാലേ ഒക്കത്തോളം എന്നുള്ള രീതി ആയിട്ടുണ്ട്. ഇപ്പം ബിഷപ്പന്മാരും അങ്ങനത്തെയൊക്കെ. അതുകൊണ്ട് നമ്മൾ KP യോഹന്നാന്റെ സഭകളിനകത്ത് വന്നേക്കുന്ന വ്യത്യാസം നമ്മൾ കണ്ടല്ലോ. അവരെങ്ങനെ ആദ്യം ബെന്തിക്കോസ് സഭ പോലെ ആയിട്ട് പിന്നെ അവർക്ക് ഫണ്ട് കൂടിയപ്പോഴത്തേക്ക്, അവർക്ക് വരുമാനം കൂടിയപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു സ്ട്രക്ചറിൽ സഭ നടത്തിക്കൊണ്ട് പോകാനൊക്കാത്ത, അല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങളിനകത്ത് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ തന്നെ ഗ്ലോബലി ഒരു ക്രിസ്ത്യാനി ആണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അതോറിറ്റേറ്റീവ് ഒരു സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ ആയിട്ട് മാറുമ്പം ആ കത്തോലിക്ക സഭയായിട്ട് ചേർന്ന് നിൽക്കാത്ത സഭകളെല്ലാം ക്രിസ്തീയ സഭകളല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക, അല്ലെങ്കിൽ
നിങ്ങൾ ക്രിസ്ത്യാനികളെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൺവേർട്ടേഴ്സാ, നിങ്ങൾ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നുള്ള രീതി വരുമ്പോഴത്തേക്ക് അവർക്ക് നിലനിൽപ്പില്ലാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഊരുമായിട്ട് ചേർന്ന് പോകാനേ ഒക്കത്തുള്ളൂ. അത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസിബിലിറ്റി ഉള്ളു. ഇനി ഒരു ബിസിനസ് മോഡൽ പ്രകാരം ഇത് നടത്താൻ ഒക്കത്തുള്ളൂ. അപ്പൊ അതുമല്ല, ഗ്ലോബൽ പവർ ഒരു കുസ്തന്തീനോസിനെ കൂട്ടുള്ള ഒരു പവർ വേൾഡിനെ ഇനി ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ റിലീജിയനും ഒരേപോലെ ഒരേ വിശ്വാസത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ എല്ലാം വി ഓൾ ബിലീവ് ഇൻ വൺ ഗോഡ്. ആ ഗോഡ് ആരാ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ആ വരുന്ന ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ദൈവമായി തീരും. അപ്പം അതിനുവേണ്ടി നമുക്ക് ആ സ്റ്റേജ് വരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് ഫൈനലി ദിസ് ഈസ് അവർ ഗോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വരണമെങ്കിൽ ആ ഒരു ലെവൽ വരെ കൊണ്ടുതരണം. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന ഇനി ആ ആന്റി ക്രൈസ്റ്റ് റിവീൽ ആവുന്ന സമയം ആവുമ്പോഴത്തേക്ക് ഒരു ജീസസ് ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ നാമം എടുക്കാത്ത ഒരു സ്റ്റേജ് വന്ന പോലെ തന്നെ ഇനി പതുക്കെ എല്ലാ സ്ഥലത്തു നിന്നും ഈ ദൈവത്തിന്റെ നാമങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തന്നെ പോകുന്ന ഒരു സ്ഥിതിയിലായിട്ട് കയറുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ അമേരിക്കയിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് അവിടെയൊക്കെ സ്കൂളിനകത്തൊക്കെ ഇങ്ങനത്തെ ക്രിസ്മസും അങ്ങനത്തെ പല ക്രിസ്തീയ ഇവന്റ്സിനെയൊക്കെ മാറ്റാൻ തുടങ്ങിയവര്. അപ്പൊ നമ്മള് ഇതൊക്കെ ഒരു സ്റ്റേജ് പ്രിപ്പറേഷൻ മാത്രമാണ് ആന്റി ക്രൈസ്റ്റിന്റെ വരുന്ന ഒരു സമയത്ത്. അപ്പം ഇതിനകത്ത് ഒരു റിലീജിയസ് യൂണിറ്റി അല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ റിലീജിയസ് ഡിവിഷൻ ഉണ്ടാകാതിരിക്കുക. എല്ലാരും പേരും അതൊക്കെ യൂസ് ചെയ്യുമ്പോഴല്ലേ ഉള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും ദൈവമുണ്ട്, എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, എല്ലാം ഒരു പവർ ഉണ്ട്, അത് ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കേൾക്കാൻ ഒരു സുഖമുണ്ട്. അങ്ങനെ ഒന്നും ആരും ഒഫൻഡും ആവത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ടാണ് ഇപ്പോഴത്തെ ഒരു ഇത് കാണുന്നത്. നമ്മൾ അതെല്ലാം ജീസസ് ക്രൈസ്റ്റിന്റെ രണ്ടാം വരവിന്റെ പ്രിപ്പറേഷൻ ബൈബിൾ പ്രകാരം നമ്മൾ കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ അതൊരു ഇതാണ്. ഈ പുത്രിമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കത്തോലിക്ക സഭ മാതാവ് ആ സഭയിൽ നിന്ന് ഇറങ്ങിയ പുത്രിമാര് ഇച്ചിരി വ്യത്യാസങ്ങൾ ഇച്ചിരി ഇതായിട്ട് പോയത്. പക്ഷെ ഇതിന്റെ എല്ലാം റൂട്ട് അമ്മ കൊടുത്തു തന്നെയാണ്. നമ്മൾ ഈ ബൈബിളിനകത്ത് കാണുന്ന പോലെ ലബാന്റെ വിശ്വാസം എടുത്തുകൊണ്ട് എന്തുവാ റേച്ചൽ വന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ മനസ്സിലാക്കി ലബാന് വരെ ജേക്കബിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ജേക്കബാണ് അനുഗ്രഹം, ജേക്കബ് നിന്നാലേ ഈ ലബാന് ഗുണം ഉണ്ടാകത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയ ലബാൻ വരെ റേച്ചല് പോയപ്പോഴത്തേക്ക് റേച്ചൽ വിചാരിച്ച എന്തായാലും പോവല്ലേ, പ്രശ്നമുള്ള സ്ഥലത്തോട്ടാ പോകുന്നത്, എങ്ങാണം ജാക്കോബിന്റെ ഈ ബ്രദർ എങ്ങാണം വല്ലതും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരിക്കട്ടെ, നമ്മളുടെ ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐഡൽ തന്നെയാണ് ഇപ്പൊ കരുതിക്കൊണ്ട് നടക്കുന്നത്. ആ ഐഡൽ എന്റെ ഒരു സ്റ്റേജും കൂടെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിലോട്ട് കയറാൻ പോവാ. അത് ഞാൻ വിചാരിച്ച ഈ ഇരുന്ന പോപ്പ് തന്നെ അതൊക്കെ സാധിച്ചെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും ഇനി അടുത്ത പോപ്പിന് അമേരിക്കൻ പോപ്പിനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി അമേരിക്കൻ പോപ്പ് ചിലപ്പോ ആ ഒരു ആന്റി ക്രൈസ്റ്റിന്റെ അടുത്തോട്ട് കാര്യങ്ങൾ എത്തിക്കുമായിരിക്കും നമുക്ക് വിചാരിക്കാം. നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി പോകുന്ന പോക്ക് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മാൻ ഷോ നടക്കുന്നത് ഇലോൺ മാസ്കിന്റെ രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പം പ്രൈം മിനിസ്റ്ററിനെ അവിടുത്തെ നമ്മൾ കാണുന്നത് US പ്രസിഡന്റിനെ വരെ ഇംപീച്ച് ചെയ്യാനുള്ള ഇതൊക്കെ നടത്താനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തി. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങളിനകത്ത് ഇത് കാണാം എങ്ങനെ ഇത് റിലീജിയസ് ഒരു രാജാവുണ്ട്, ആ രാജാവിന്റെ കൂടെ റിലീജിയസ് പവറും അത്യാവശ്യമാണ്. നമ്മൾ ഇതിന്റെ ഒരു യൂണിറ്റി മാത്രം ഇപ്പം കണ്ടാൽ മതി. റിലീജിയസ് പവർ എല്ലാം യുണൈറ്റ് ആവാനും അത് കഴിഞ്ഞിട്ട് ഒരാളുടെ അണ്ടറിലോട്ട് പോകാനുള്ള ഒരു സ്റ്റേജിലോട്ട് ഉള്ള പ്രിപ്പറേഷൻ ആണെന്ന് നമുക്ക് കരുതാം. ഓക്കെ, താങ്ക് യു ബ്രദർ സൈമൺ. പാസ്റ്റർ ജോസ് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ? അത് എല്ലാം കൂടെ ചെയ്തിട്ട് നമുക്ക് സമറൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓഡിയോ ഒരൊറ്റ ചെറിയ പോയിന്റ് നമ്മള് ഇവിടെ സാംകുട്ടി ചാക്കോ പറഞ്ഞത്, ഈ നൈസിയൻ ഉപദേശത്തില് വിശ്വാസ പ്രമാണത്തില് പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഏക മാമോദീസ മാത്രം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പെന്തക്കോസ്റ്റൽ സഭകളിൽ ചെല്ലാവുന്നതാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ വിൽസൺ ബ്രദർ സൂചിപ്പിച്ചതുപോലെ
അവരുടെ ബ്ലഡിലെ ട്രിനിറ്റി, അതായത് ആന്റി ക്രൈസ്റ്റിന്റെ മതത്തിന്റെ ചർച്ചിന്റെ ബ്ലഡിലെ DNA ആണ് ആക്ച്വലി ഇപ്പോൾ ഈ നൈസീൻ ക്രീഡ് വന്നിരിക്കുന്നത്. അതിൽ അവര് ഏറ്റവും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മാമോദീസ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ബാപ്റ്റിസത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള ബാപ്റ്റിസം, അവർ ബാപ്റ്റിസം ഇൻഫൻസിന് കൊടുക്കുന്നതുകൊണ്ടാണ് അതിന് മാമോദീസ എന്നുള്ള ഒരു ഗ്രീക്ക് പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് ബാപ്റ്റിസം തന്നെയാണ്. അപ്പം അത് സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പാപമോചനത്തിന് സ്നാനം ഒരു കാര്യമല്ല എന്ന് ഇവിടുത്തെ ട്രിനിറ്റേറിയൻസ് വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് പാപങ്ങളുടെ മോചനത്തിന് മാമോദീസ സത്യമാണ്, അല്ലെങ്കിൽ ചെയ്യാമെന്ന്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇവര് നാളെ പറയുകയാണ് നമുക്കൊരു ആശയ സമന്വയത്തിലേക്ക്, ഒരു കൺസെൻസസിലേക്ക് വരാം എന്ന് ഇവിടുത്തെ ആന്റി ക്രൈസ്റ്റ് ചർച്ചിന്റെ ലീഡർഷിപ്പ് പറയുകയാണെങ്കിൽ, ഇവരെല്ലാം ഈ അംബർല ഓർഗനൈസേഷന്റെ കീഴിൽ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ബ്രദർ സൈമൺ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ വന്നു നിൽക്കുന്നത്. ഇവിടെയാണ് വളരെ പെട്ടെന്ന് എമേർജ് ആയ ഈ എലോൺ മസ്കിന്റെ ഒരു പ്രസക്തി ഉള്ളത്. നമുക്കറിയാം എലോൺ മസ്ക് ഇത്ര വലിയ പ്രശസ്തനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഡെക്കേഡ് പോലും, ഒരു 10 വർഷം പോലും ആയിട്ടില്ല. എങ്ങനെയാണ് ഈ നിലവിലുള്ള വലിയ സാമ്രാജ്യ കുത്തകൾ വാണ്ടിരുന്ന സ്ഥലത്തേക്ക് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള, ഈവൻ എല്ലാ ടെക്നോളജിയെ നിയന്ത്രിക്കുന്ന മുദ്രകൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. അയാൾ US പ്രസിഡന്റിനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അയാളെ അവിടെ ഇരുത്താൻ വേണ്ടി അധ്വാനിക്കുന്നു, പണം ചെലവാക്കുന്നു, ചെയ്യുന്നു. വളരെ പെട്ടെന്ന് അവർ തമ്മിൽ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, സത്യസഭ ഇവിടുന്ന് മാറ്റപ്പെടാനുള്ള സമയമായി. ഒപ്പം ഈ സാർവത്രികമായി നിൽക്കുന്ന ഈ ആന്റി ക്രൈസ്റ്റിന്റെ ചർച്ച് അതിന്റെ പുത്രിമാരിലേക്ക് ഈ ഉപദേശം എന്ന ഒരൊറ്റ കാര്യത്തിൽ ഇവര് ഈ ഡോഗ്മ, ഈ നൈസീൻ ക്രീഡ് കൊണ്ട് ഇവർ ബന്ധിച്ച് ഇവർ ഒന്നായി തീരും. അപ്പോൾ ഇവിടെ ആന്റി ക്രൈസ്റ്റിന്റെ മതം പ്രബലമായി നിൽക്കുകയും കർത്താവിന്റെ വിശുദ്ധ സഭയായ മണവാട്ടി മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഇത് ഇവിടേക്കാണ് സാംകുട്ടി ചാക്കോ പറയുന്നത്, ആ ഒരു കാര്യം ഒഴിവാക്കിയാൽ നമുക്കിത് ചെല്ലുന്നതിനകത്തൊരു കുഴപ്പമില്ല. ഇവർ ഒഴിവാക്കാനല്ല പോകുന്നത്, അവര് ഇതും അംഗീകരിച്ച് വരുന്ന ആളുകളിൽ ചൈൽഡ് ബാപ്റ്റിസം പോലും സത്യമാണെന്ന് ഇവർ വിശ്വസിക്കേണ്ടി വരും. കാരണം ട്രിബുലേഷൻ വരുമ്പോ ഇതിനെയൊന്നും താങ്ങാനുള്ള വിശ്വാസം ഇല്ല. കാരണം ഇവര് ചർച്ചായിട്ട് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നാളുകളിൽ നമ്മളുടെ ഒരുപക്ഷെ നമ്മുടെ തലമുറ, നമ്മൾ തന്നെ ഇന്ന് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ കാണാൻ ഇടയാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അധികം ഇനി പോകയില്ല. അതുകൊണ്ട് ഇത്രയും മാത്രമേ എനിക്ക് അതുമായിട്ട് പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ജോസ്. അപ്പം നമുക്ക് ഇന്ന് ഞങ്ങളുടെ ആഹ്വാനം എല്ലാ പെന്തക്കോസ്തിലുള്ള സഹോദരങ്ങളോടുമാണ്. നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ച് ഇറങ്ങി ഈ പെന്തക്കോസ്ത് എന്ന നാമമുള്ള സഭ പെന്തക്കോസ്ത് ദിനത്തിൽ ഉത്ഭവം ഉള്ള സഭയാണ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ഇവരുടെ കൂടെ അന്നത്തെ നേതാക്കന്മാർ ചിലപ്പോൾ ഇച്ചിരൂടെ അവരുടെ ജീവിത ശൈലിയെങ്കിലും ദൈവികം ആയിരുന്നത് കൊണ്ടായിരിക്കണം നിങ്ങളുടെ പിതാക്കന്മാർ അവരിൽ അട്രാക്റ്റ് ആകുകയും അവർ പറയുന്ന പല കാര്യങ്ങളും ദൈവികമാണെന്നും അത് ബൈബിളിൽ ഉള്ളതാണെന്നും എന്നൊക്കെ മനസ്സിലാക്കിയാണ് നിങ്ങളുടെ പിതാക്കന്മാര് അവരുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ കാണേണ്ടത് ഈ നേതാക്കന്മാര് തന്നെ നിങ്ങളെ തിരിച്ച് ആ റോമിൽ ഉത്ഭവം ഉള്ള സഭയിലേക്ക്, അവരുടെ നിഖ്യ പ്രമാണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു, ഇന്ന് തന്നെ നയിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഉള്ള സംവിധാനം, അവര് പല NGOസിനെയും നിരോധിക്കുകയും അമേരിക്കയിൽ നിന്നും അവർക്ക് വരുന്ന പണങ്ങൾ, അതായത് ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സഭകൾ അല്ലെങ്കിൽ ചെറിയ സഭകൾക്കുള്ള പണങ്ങളെല്ലാം വരുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരിനി വലിയ സഭകൾ, അതായത് 2 സഭയാണ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സഭ. ഒന്ന് ആംഗ്ലിക്കൻ സഭ, അത് ബ്രിട്ടീഷേഴ്സിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ആ സഭ നമുക്കറിയാം റോമിൽ നിന്നും വന്ന സഭ തന്നെയാണ്. 1500 AD വരെ റോമിനോട് ചേർന്ന് നിന്ന സഭ തന്നെയാണ്, വേറൊരു സഭയല്ല. റോമൻ എംപയറിന്റെ ഭാഗമായിരുന്ന ഒരു സഭ തന്നെയാണ്.
അപ്പോൾ ഈ ഒരു രണ്ട് സഭകൾ, അതായത് റോമൻ കാത്തലിക് ചർച്ചും ഈ ആംഗ്ലിക്കൻ ചർച്ചും, ഈ രണ്ട് ചർച്ചിന്റെ അടുത്താണ് എല്ലാ ഫൈനാൻഷ്യൽ പവേഴ്സും ഇന്ത്യയിൽ ഉള്ളത്. ഈ പെന്തക്കോസ് സഭകളെല്ലാം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമെന്നും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രീ റിക്വയർമെന്റ്, അതായത് അവരുമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം ഈ നൈസീൻ ക്രീഡ് നിങ്ങളുടെ സഭയിൽ ചൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ലീഡേഴ്സിനെ എടുത്തിട്ട് ഈ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ സഭയിൽ ഓൾറെഡി ചെയ്യുവാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഈ ആഹ്വാനം കേൾക്കുക. നിങ്ങളുടെ സഭ പെന്തക്കോസ് ദിനത്തിൽ ഉത്ഭവമുള്ള സഭയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ നൈസീൻ ക്രീഡ് പറയുവാൻ നിങ്ങളെ നിർബന്ധിക്കുകയില്ല. എന്തെന്ന് വെച്ചാൽ അവിടെ 3 വ്യക്തികളെയാണ് സൂചിക്കുന്നത്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവും നമുക്കുണ്ട്. അത് വെച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നത്, ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. അതായത് പിതാവായ ഏക ദൈവമേ ഉള്ളൂ, ആ ദൈവം തന്നെയാണ് രക്ഷിതാവായി പുത്രൻ എന്ന പദവി എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നത്. വേറെ അവൻ അല്ല, വേറെ ഇവൻ എന്ന് വിളിക്കേണ്ട ആളല്ല കർത്താവായ യേശു ക്രിസ്തു. ആ ഒരു ആത്മാവായ ഏക ആത്മാവായ ക്രിസ്തു, ആ ക്രിസ്തു തന്നെ നമ്മളുടെ രക്ഷയ്ക്കായി ഒരു ജഡം എടുത്തു, പുത്രന്റെ പദവി എടുത്തു. ആ ദൈവത്തിന്റെ ഒരേ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവായി പല പുത്രന്മാരിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവസഭയെ വീണ്ടെടുക്കുന്ന പ്രവർത്തനം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ 3 പദവികളായി ദൈവം പ്രവർത്തിക്കുമ്പോൾ 3 വ്യക്തികളായി തീരുന്നില്ല. ആ ഒരു വിശ്വാസ പ്രമാണം ഞങ്ങൾ ഇന്നും ഉറക്കെ പിടിച്ചിരിക്കുന്നു. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന്റെ 3 പ്രവർത്തന രീതികളാണ് രക്ഷയുടെ പദ്ധതിയാണ്, അല്ലാണ്ട് അത് 3 വ്യക്തികളല്ല. ഈ ഒരു നിശ്ചയ വിശ്വാസ പ്രമാണത്തിലേക്ക് നിങ്ങളെ പിന്നെയും നയിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുക. നിങ്ങളുടെ പിതാക്കന്മാർ അന്ന് കൊണ്ടുപോയ സാഹചര്യമല്ല ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും നോക്കി അറിയാവുന്നതാണ്. നിങ്ങൾ വിശുദ്ധന്മാർ, അതായത് ആദ്യ വിശുദ്ധന്മാരായ അപ്പോസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിലേക്കാണോ നയിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ദൈവം മനസ്സിൽ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.